MP KC വേണുഗോപാൽ ചേരുന്നുണ്ട്. ശ്രീ KC, ഈ സംഭവം നേരത്തെ കൂരിയാടിന്റെ കാര്യം ഈ വർഷം തന്നെ നമ്മൾ കണ്ടതാണ്. അത് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് കൊട്ടിയത്തുണ്ടായിരിക്കുന്നത്. ഇത് എന്ത് സംഭവിക്കുന്നു എന്നാണ് ദേശീയപാത അതോറിറ്റിയെ ഇവരുടെ ആശങ്കയെല്ലാം നാട്ടുകാർ അറിയിച്ചിരുന്നു ജനപ്രതിനിധികൾ വഴി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. കാരണം കൂരിയാട് അപകടം ഉണ്ടായപ്പോൾ ആ അപകട സ്ഥലത്ത് ഞങ്ങൾ സന്ദർശിച്ചിട്ട് അതിനുശേഷം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കൂടി ദേശീയപാത ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു വരുത്തി കേരളത്തിലൊരു സുരക്ഷാ ഓഡിറ്റ് നടത്തണം. നിങ്ങൾ കേരളത്തിലെ നിർമ്മാണ പ്രവൃത്തികളിൽ ഇതുപോലുള്ള നിർമ്മാണ പ്രവൃത്തികൾ പലയിടത്തും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായിട്ട് ഞങ്ങളുടെ റിപ്പോർട്ടിനകത്തും പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിനകത്തും ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു സുരക്ഷാ സേഫ്റ്റി ഓഡിറ്റ് നടത്തിയിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാവൂ. അതാണ് ഇതിലൊരു DPR അട്ടിമറി നമ്മൾ കരുതേണ്ടതുണ്ട്. കാരണം കൂരിയാട് സംഭവത്തിൽ അങ്ങനെ ചില അട്ടിമറി എന്നല്ല, അവര് തന്നെ സമ്മതിച്ചതാണ്. ഇതിനകത്ത് ഡിസൈനിങ് പിഴവുണ്ടായിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡിസൈനിൽ പിഴവുണ്ടായിട്ടുണ്ട്. DPRന്റെ കാര്യത്തിൽ അവ്യക്തതയുണ്ട്. സംസ്ഥാന സർക്കാർ ഇതിനൊന്നും പ്രശ്നമല്ല. സാധാരണഗതിയിൽ എല്ലായിടത്തും നടക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന്റെയൊക്കെ പാസ്സാവേണ്ട സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇത്തരം അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട സ്റ്റേറ്റ് ഗവൺമെന്റ് നിസ്സംഗതയോടെ നിൽക്കുകയായിരുന്നു. ഏത് വിധേനയും ഈ പണി പൂർത്തിയാക്കിയിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് എന്താണ്, സുരക്ഷ ഇല്ല. ഇപ്പൊ അരൂര് തുറവൂർ നടന്നത് എന്താണ്? ഭാഗ്യത്തിന് ഒരാള് മാത്രം ഉണ്ടായ വണ്ടിയിലുണ്ടായതുകൊണ്ട് അപകടം ലിമിറ്റ് ചെയ്ത ഒരാള്, അല്ലെങ്കിലോ ഒരു ബസ്സിലോ ആയിരുന്നെങ്കിലോ എന്തായിരുന്നു സംഭവം ഉണ്ടായിരുന്നപ്പോൾ അവിടെ. ഇത് മാത്രമല്ല, ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇത്ര മുന്നറിയിപ്പ് നൽകിയിട്ടും യാതൊരുവിധ നിയന്ത്രണവും NHAയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് സുരക്ഷ എൻഫോഴ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും. ഇത് കരാറുകാർക്ക് നീതികൃതി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കേരളം ദേശീയപാതയിൽ. അപ്പോ ഇതിപ്പം ഭാഗ്യത്തിന് നമ്മൾ പൂർത്തിയാകാതിരിക്കുമ്പോഴാണ്. ഇനി ഇത് പണി പൂർത്തിയാക്കിയിട്ടാണ് റോഡിൽ ഇത്തരം അപകടം ഉണ്ടാകുന്നെങ്കിൽ കാഷ്വാലിറ്റി എന്തായിരിക്കും? കൂരിയാട് നമ്മൾ കണ്ടതല്ലേ. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർവീസ് റോഡുകളെ നന്നായി ബലപ്പെടുത്തി നിർമ്മിച്ചിട്ടില്ലെങ്കിൽ അവിടെയാണ് എനിക്ക് തോന്നുന്നു ഈ സംഭവത്തിൽ ഏറ്റവും അപാകത വന്നിരിക്കുന്ന അവിടെയാണ്. കാരണം ഇതൊരു വയൽ പ്രദേശമാണെന്നാണ് നമ്മൾ ആ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയത്. അപ്പം ഇത്രയും ബലം, ഇത്രയും ഉയരത്തിലുള്ള ഇത് താങ്ങാൻ പോലും ശേഷിയില്ലാത്ത സ്ഥലമാണെന്നാണ് അവർ വരെ പറയുന്നത്. അപ്പം ഇതിൽ കലക്ടറോട് സംസാരിച്ചു. ഡിസൈനിന്റെ പാളിച്ചയാണ്. സർവീസ് റോഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ദേശീയപാതയില് 40% 50% ആൾ ഉപയോഗിക്കാൻ പോകുന്ന സർവീസ് റോഡാണ്. ടൂ വീലർ, ഓട്ടോറിക്ഷക്കാര്, നമ്മുടെ കേരളത്തിൽ അവരൊക്കെയല്ലേ ഏറ്റവും കൂടി യാത്രക്കാര്. അവരുപയോഗിക്കുന്ന സർവീസ് റോഡുകൾ പേരിന് നിർമ്മിച്ചു പോവുകയാണ്. ഞങ്ങളിത് വളരെ കൃത്യമായിട്ട് പറയും, സർവീസ് റോഡുകൾ ബലപ്പെടുത്തി എടുത്തിട്ടില്ലെങ്കിൽ കേരളത്തിൽ വലിയ ദുരന്തമാണ് ഉണ്ടാകാൻ പോയി പോകുന്നത്. ഇത് ബലപ്പെടുത്തി എടുക്കുന്നില്ല, അതിന് പ്ലാനിംഗ് ഇല്ല. പിന്നെ ഈ കരാറുകാർക്ക് വീഴ്ചയുണ്ടോന്ന് സംശയം തോന്നിക്കുന്ന പോലെ 2-3 കാര്യങ്ങൾ അറിഞ്ഞു KC. അതായത് ഒന്ന് ഇതിൽ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് ചെളിയാണ്, മറ്റൊന്ന് മറ്റേ കായലിൽ നിന്ന് എടുത്ത മണലാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നാട്ടുകാർക്ക്. നിങ്ങൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാലും പാർലമെന്റ് ഇതെല്ലാം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നത് ഇതെല്ലാം കൃത്യമായിട്ട് പാലിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഞങ്ങളോട് ഉറപ്പ് തന്നത്. പക്ഷേ കുറിപ്പിന്റെ ഉറപ്പ് പോലെ പോകുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഉപമയായിട്ട് മാറിയിരിക്കുകയാണ്. താങ്ക് യു KC പ്രതികരിച്ചതിന്. KC വേണുഗോപാൽ MP ആണ് വിഷയത്തിൽ പ്രതികരിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, പരാതികളെല്ലാം പല സമയങ്ങളിലായി, പല ഘട്ടങ്ങളിൽ, പല അപകടങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. കോടതി ഈ വിഷയത്തെ പരിഗണിച്ചതാണ്, രൂക്ഷ വിമർശനം ഉന്നയിച്ചതാണ്. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ ഇതിൽ ഒരു എക്സ്പ്ലനേഷൻ ദേശീയപാത അതോറിറ്റി നൽകേണ്ട സാഹചര്യം പോലും ഉണ്ടായതാണ്. പക്ഷേ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കൂരിയാട് സംഭവത്തോടെ അതൊരു വലിയ അപകടമായിരുന്നു. അത് വലിയ ആശങ്കയുണ്ടാക്കി. അതായത് ദേശീയപാതയ്ക്ക് അരികിൽ കൂടെ ആളുകൾക്ക് പോകുന്നതിന് പോലും പേടിയുണ്ടാക്കിയ സംഭവമായിരുന്നു കൂരിയാട്. സമാനമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്.